Hi everyone. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൾച്ചറൽ സ്റ്റഡീസിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിലൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൾച്ചറൽ സ്റ്റഡീസിൽ വരുന്ന കുറച്ച് കോൺസെപ്റ്റ്സുകളുമാണ്. സോ ബിഫോർ സ്റ്റാർട്ടിങ് ദിസ് വീഡിയോ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ടുള്ളത്, കൾച്ചറൽ സ്റ്റഡീസ് നമുക്കറിയാം 2018 NTA അവരുടെ സിലബസ് റിവൈസ് ചെയ്തതിന് ശേഷം ഒരു സെപ്പറേറ്റ് മൊഡ്യൂളായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പം പല എക്സാംസിലും ഒരു 3 to 4, 4 to 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ കൾച്ചറൽ സ്റ്റഡീസിൽ നിന്ന് വന്നിട്ടുണ്ട്. ചിലപ്പം ഈ പറഞ്ഞതുപോലെ ലിറ്റററി തിയറിയുമായിട്ട് മേർജ് ചെയ്തിട്ടൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, മിക്സഡ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു മൊഡ്യൂളായിട്ടാണ് നമ്മൾ കൾച്ചറൽ സ്റ്റഡീസിനെ റിഗാർഡ് ചെയ്യുന്നത്. പക്ഷേ കൾച്ചറൽ സ്റ്റഡീസ് നമ്മൾ പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൾച്ചറൽ സ്റ്റഡീസ് എപ്പോഴും നമ്മൾ ലിറ്റററി തിയറിയുമായിട്ട് മേർജ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. കാരണം ഇതിനെ കംപ്ലീറ്റ് ആയിട്ടൊരു സെപ്പറേറ്റ് മൊഡ്യൂളായിട്ട് പഠിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ ക്രോണോളജിക്കലായിട്ട് ചോദിക്കുമ്പോഴും മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ലിറ്റററി തിയറിയുടെ തന്നെ ഒരു ചാപ്റ്ററായിട്ട് നമ്മൾ കൾച്ചറൽ സ്റ്റഡീസിനെ കാണണം. കാരണം കൾച്ചറൽ സ്റ്റഡീസിന് ഈ പറയുന്നത് പോലെ ഫെമിനിസമായിട്ടും മാർക്സിസമായിട്ടും പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസൊക്കെ ആയിട്ടും ഓവർലാപ്പ് ചെയ്തു വരുന്ന കുറേ റൈറ്റേഴ്സും ക്രിട്ടിക്സുകളും വർക്ക്സുകളും ഒക്കെ ഉണ്ട്. സോ ഒരു കണക്റ്റഡ്നെസ്സിൽ പഠിക്കുന്നതാണ് എപ്പോഴും കൾച്ചറൽ സ്റ്റഡീസ് നമുക്ക് മനസ്സിലാകാനും ആൻസർ ചെയ്യാനും ഏറ്റവും എളുപ്പമുള്ളത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെയാണ് ഈ കോൺസെപ്റ്റ്സുകളെ കുറിച്ചും റൈറ്റേഴ്സിനെ കുറിച്ചും അവരുടെ വർക്ക്സുകളെ കുറിച്ചും അവരുടെ ഇയർ ഓഫ് പബ്ലിക്കേഷൻസിനെ കുറിച്ചും എല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതിൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിരിക്കാം. ദാറ്റ് ഡസൻറ്റ് മീൻസ് NTA എക്സാമിന് അത് അതേപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതല്ല. നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു മേക്ക് യു ഫെമിലിയറൈസ് വിത്ത് ദീസ് കോൺസെപ്റ്റ്സ്, ഇയേഴ്സ് ആൻഡ് ഓർ ദി വർക്ക്സ് ഓർ ദി റൈറ്റേഴ്സ്. അപ്പം അത് ഏത് രീതിയിൽ ചോദിച്ചാലും നമ്മൾ അതിൽ നിന്ന് വർക്ക് ചെയ്ത് അത് ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. Okay, so let's begin the questions. So the first question, the uses of literacy is a seminal work by which cultural studies scholar? ഏത് cultural studies scholarന്റെ ഒരു seminal work ആണ് the uses of literacy? So note that down. The uses of literacy is one of the most important works when it comes to cultural studies. And നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ആണ് സ്റ്റുവാർട്ട് ഹോൾ, റേമണ്ട് വില്യംസ്, റിച്ചാർഡ് ഹോഗാർട്ട് ആൻഡ് EP തോംസൺ. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റിച്ചാർഡ് ഹോഗാർട്ട് ആണ്. Okay, so the correct answer is option C, റിച്ചാർഡ് ഹോഗാർട്ട്. സോ റിച്ചാർഡ് ഹോഗാർട്ടിന്റെ ഈ ഒരു വർക്ക് 1957 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ആൻഡ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ കൾച്ചറൽ സ്റ്റഡീസിൽ വൺ ഓഫ് ദ സെമിനൽ വർക്ക്സ് ആയിട്ട് തന്നെ റിഗാർഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് എ കീ ഇൻഫ്ലുവൻസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മീഡിയ സ്റ്റഡീസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് കൾച്ചറൽ സ്റ്റഡീസ്. അതായത് ഈ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ബ്രിട്ടനിലുണ്ടാകുന്ന കൾച്ചറിലെ ചേഞ്ചസിൻ്റെ ഒരു അനാലിസിസ് ആണ് റിച്ചാർഡ് ഹോഗാർട്ട് യൂസസ് ഓഫ് ലിറ്ററസിയിൽ ചെയ്യുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം ദിസ് ചേഞ്ചസ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് മാസിഫിക്കേഷൻ. ഒരു കൾച്ചറിൻ്റെ മാസിഫിക്കേഷൻ കാരണം ബ്രിട്ടനിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ചാണ് ബേസിക്കലി അദ്ദേഹം ഇതിൻ്റെ അകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇതിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് ആൻഡ് ഓൾഡർ ഓർഡറും ഈൽഡിങ് പ്ലേസസ് ടു ന്യൂ. അപ്പം ജസ്റ്റ് അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ആൻഡ് ഓൾഡർ ഓർഡർ ആൻഡ് പ്ലേസസ് ടു ന്യൂ. അപ്പൊ ഇതില് ഹോഗാർട്ടിന്റെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മാസ് പബ്ലിസിസ്റ്റ് അവര് കുറച്ചും കൂടി ഒരു മാസ് കൾച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരാണ്. ഓക്കെ, മാസ് പബ്ലിസിസ്റ്റ് ഒരു മാസ് കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഒരു അർബൻ കൾച്ചർ എന്ന് പറയുന്നത് ദ കൾച്ചർ ഓഫ് ദി പീപ്പിൾ, അല്ലെങ്കിൽ അതൊരു പാർഷ്യലി ഡിസ്ട്രോയ് ആകപ്പെടുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് റിച്ചാർഡ് ഹോഗാർട്ട് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. സോ ഹി ഡോക്യുമെന്റ്സ് ദ ബ്രേക്കപ്പ് ഓഫ് ദി ഓൾഡ്, അല്ലെങ്കിൽ വാട്ട് ഈസ് റിഗാർഡഡ് ടു ബി ദ ക്ലാസ് കൾച്ചർ, ലമെന്റിംഗ് ദ ലോസ് ഓഫ് ദിസ് ക്ലോസ് നെറ്റ് കമ്മ്യൂണിറ്റീസ്. അതാണ് ബേസിക്കലി റിച്ചാർഡ് ഹോഗാർട്ട് ഈ ഒരു വർക്കിൽ ചെയ്യുന്നത്. സോ ഇൻ ഹിസ് സ്റ്റഡി ഹോഗാർട്ട് ലുക്സ് അറ്റ് പൾപ്പ് ഫിക്ഷൻ, പോപ്പുലർ മാഗസീൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മൂവീസ് ആൻഡ് ഫൈൻഡ്സ് ഇൻ ഓൾ ഓഫ് ദീസ് ദ ഡ്രിഫ്റ്റ്. അതായത് ഈ ഒരു പഴയ ക്ലാസ്സിൽ നിന്നും മാറുന്ന ആ ഒരു ചേഞ്ചിനെയാണ് അദ്ദേഹം നോക്കുന്നത്. അപ്പൊ ഈ ഒരു ടാബ്ലോയിഡ് മാഗസീൻസ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ്, അഡ്വർടൈസിങ്, ഹോളിവുഡിന്റെ ട്രയംപ്, ഇതെല്ലാം നമ്മൾ നോക്കുമ്പം ഇത് ശരിക്കും അവർക്കൊരു ഏലിയൻ കൾച്ചറാണ്.
Okay, but according to him, this alien phenomena, it has colonized the local communities and robbed them of their distinctive features. അപ്പോൾ അതാണ് the uses of literacy ക്കകത്ത് റിച്ചാർഡ് ഹോഗാർട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. It was published in 1957. It describes the influence of mass media in the United Kingdom. Basically, important 2 chapters, an older order and yielding places to know. ഇനി അടുത്ത question. The Birmingham School of Cultural Studies is most closely associated with which of the following thinkers? ഈ Birmingham School of Cultural Studies, it is also known as Center of Contemporary Cultural Studies. ഇത് പല ടൈപ്പ് ആയിട്ട് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് NTA നെറ്റിന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. CCCSന്റെ ഫുൾ ഫോം ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫൗണ്ടേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിലെ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ ഒരു ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതിൽ ഏത് റൈറ്റർ ആണ് അല്ലെങ്കിൽ ഏത് ക്രിട്ടിക് ആണ് ഈ പറയുന്ന ബർമിംഗ്ഹാം സ്കൂൾ ഓഫ് കൾച്ചറൽ സ്റ്റഡീസുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആണെന്നാണ്. നമ്മുടെ ഓപ്ഷൻസ് ആണ് ടെറി ഈഗിൾട്ടൺ, റിച്ചാർഡ് ഹോഗാർട്ട്, നോം ചോംസ്കി ആൻഡ് ജൂഡിത്ത് ബട്ട്ലർ. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് റിച്ചാർഡ് ഹോഗാർട്ട്. കാരണം ദ സെന്റർ ഓഫ് കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഫൗണ്ട് ചെയ്യുന്നത് തന്നെ റിച്ചാർഡ് ഹോഗാർട്ടും സ്റ്റുവാർട്ട് ഹോളും കൂടിയാണ്. ഇതിലെ ആദ്യത്തെ പ്രസിഡന്റും റിച്ചാർഡ് ഹോഗാർട്ട് ആണ്, രണ്ടാമത്തെ പ്രസിഡന്റ് ആണ് സ്റ്റുവാർട്ട് ഹോൾ. അങ്ങനെയും ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 4 പേരുടെ പേര് തന്നിട്ട് ഇതിൽ ആരാണ് പ്രസിഡന്റ് ആകാത്തത് എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ അതാണ് ബേസിക്കലി ഇതിൻ്റെ അകത്ത് പറയുന്നൊരു കാര്യം. സോ അപ്പം ഇംഗ്ലീഷ് അക്കാഡമിക്കിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ റിച്ചാർഡ് ഹോഗാർട്ട് എന്ന് പറയുമ്പം ആളുടെ മെയിൻ വർക്ക് ദ യൂസസ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ദ യൂസസ് ഓഫ് ലിറ്ററസി ആണ്. 1957 ഇറ്റ് വാസ് പാർട്ട്ലി ആൻ ഓട്ടോബയോഗ്രഫി. ആൻഡ് എനിവേ ഈ പറയുന്ന ഒരു മാസ് മീഡിയനെ കുറിച്ചും അല്ലെങ്കിൽ മാസ് കൾച്ചറിനെ കുറിച്ചും ഡ്രിഫ്റ്റിങ്ങിനെ കുറിച്ചും മാസ് കൾച്ചറിനെ കുറിച്ചുമൊക്കെ ഒരു ബേസിക് ഐഡിയ തരുന്നത് അദ്ദേഹമായിരുന്നു. പിന്നെ ബർമിംഗ്ഹാം CCCS കൾച്ചറൽ സെന്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് കൾച്ചറൽ സ്റ്റഡീസിനെയും പൊളിറ്റിക്സിനെയും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആയിട്ട് വരുന്ന ഒരു സെന്റർ ആയിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ UK വരുന്ന ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് മാറ്റങ്ങൾ, ലൈക്ക് ബ്രിട്ടീഷ് പോസ്റ്റ് വാർ ഹിസ്റ്ററി, സ്റ്റാലിൻ്റെ ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ അഡൽട്ട് സ്റ്റഡി ഇൻ യൂണിവേഴ്സിറ്റീസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും മാർക്സിസത്തിൽ നിന്നും ഫെമിനിസത്തിൽ നിന്നും സ്പെഷ്യലി അന്റോണിയോ ഗ്രാംഷിയുടെ ഒക്കെ വർക്ക്സിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സെന്ററാണ് CCCS എന്ന് പറയുന്നത്. ഇത് ഫൗണ്ട് ചെയ്യുന്നത് 1964 റിച്ചാർഡ് ഹോഗാർട്ട് ആണ്. ഹി വാസ് ദ ഫസ്റ്റ് ഡയറക്ടർ ഫ്രം 64 to 68. പിന്നീട് അത് സ്റ്റുവാർട്ട് ഹോൾ ആയിരുന്നു. അതിനുശേഷം റിച്ചാർഡ് ജോൺസൺ ആണ്. അപ്പോൾ ആ മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ പേരും അവരുടെ വർഷവും ഫുൾ ഫോമും ഒക്കെ ഒന്ന് ഓർത്തിരിക്കാനായിട്ട് നോക്കുക. Moving to the next question, who wrote notes on deconstructing the popular? Who wrote notes on deconstructing the popular? നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. റിച്ചാർഡ് ഹോഗാർട്ട്, സ്റ്റുവാർട്ട് ഹോൾ, റെയ്മണ്ട് വില്യംസ്, പോൾ ഗിൽറോയ്. ഒരു കാര്യം നമ്മൾ ഓർക്കണ്ടേ, ഈ എല്ലാ റൈറ്റേഴ്സും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇവരുടെ ഒരു ക്വസ്റ്റ്യൻ വിട്ടു പോയാലും റിമെമ്പർ ദാറ്റ് ഓൾ ദീസ് റൈറ്റേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഓൾ ഓഫ് ദം ഹാവ് പൊട്ടൻഷ്യൽ വെയിറ്റേജ് ഫോർ യുവർ NTA നെറ്റ് എക്സാം. സോ ദ കറക്റ്റ് ആൻസർ നോട്ട്സ് ഓൺ ഡീകൺസ്ട്രക്ടിംഗ് ദി പോപ്പുലർ ഈസ് ഓപ്ഷൻ ബി, സ്റ്റുവാർട്ട് ഹോൾ. സ്റ്റുവാർട്ട് ഹോളിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് നോട്ട്സ് ഓൺ ഡീകൺസ്ട്രക്ടിംഗ് ദി പോപ്പുലർ എന്ന് പറയുന്നത്. സ്റ്റുവാർട്ട് ഹോളും ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന്റെ എൻകോഡിങ് ഡീകോഡിങ് ഇതിൽ നിന്നൊക്കെ ദ സർക്യൂട്ട്സ് ഓഫ് കൾച്ചർ അതെല്ലാം ഒരുപാട് തവണ ചോദിച്ചിട്ടൊക്കെ ഉള്ളതാണ്. സോ സ്റ്റുവാർട്ട് ഹോളിനെ കുറിച്ച് പറയുവാണെങ്കിൽ സ്റ്റുവാർട്ട് ഹോൾ, പിന്നെ അതുപോലെ തന്നെ സ്റ്റുവാർട്ട് ഹോളും റിച്ചാർഡ് ഹോഗാർട്ടും റെയ്മണ്ട് വില്യംസും ദേ ആർ റിഗാർഡഡ് ടു ബി ദ ഫൗണ്ടിങ് ഫിഗേഴ്സ് ഓഫ് ദി സ്കൂൾ ഓഫ് തോട്ട് കോൾ കൾച്ചറൽ സ്റ്റഡീസ്. സോ കൾച്ചറൽ സ്റ്റഡീസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്റ്റുവാർട്ട് ഹോൾ എന്ന് പറയുന്നത്. സോ സ്റ്റുവാർട്ട് ഹോളിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഹി ഈസ് എ ജമൈക്കൻ ബോൺ ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് സോഷ്യോളജിസ്റ്റ്, കൾച്ചറൽ തിയറിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്. ഹോൾ എന്ന് പറയുന്നത് ന്യൂ ലെഫ്റ്റ് റിവ്യൂവിൻ്റെ ഒരു ഫൗണ്ടറാണ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന കൾച്ചറൽ സ്റ്റഡീസിൻ്റെ സ്കോപ്പ് എക്സ്പാൻഡ് ചെയ്ത ഒരു ക്രെഡിറ്റ് ആണ് പൊതുവേ നമ്മൾ സ്റ്റുവാർട്ട് ഹോളിന് കൊടുക്കുന്നത്, എസ്പെഷ്യലി ടു ദി ഫീൽഡ് ഓഫ് റേസ് ആൻഡ് ജെൻഡർ. അതായത് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ ഓഫ് തോട്ടിലോട്ട് റേസും അതുപോലെ തന്നെ ജെൻഡറും പിന്നെ ഈ പറഞ്ഞ പോലെ ഫൂക്കോയുടെ വർക്ക്സിൽ സെക്ഷുവാലിറ്റി, പവർ, ഈ പറയുന്ന കോൺസെപ്റ്റുകളെല്ലാം കൊണ്ടുവരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സ്റ്റുവാർട്ട് ഹോൾ ആയിരുന്നു. സോ സ്റ്റുവാർട്ട് ഹോളിന്റെ വർക്ക്സുകൾ നോക്കുക, അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ നോക്കുക. സ്റ്റുവാർട്ട് ഹോളിന്റെ വർക്ക്സുകൾ ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക.
Moving to the next question, what does the term hegemony refer to in cultural studies? What does the term hegemony refer to in cultural studies? ഹെജുമണി എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ കൾച്ചറൽ സ്റ്റഡീസ് പഠിക്കുമ്പം ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഹെജുമണി, ഐഡിയോളജി എന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്കറിയാം ഐഡിയോളജി അല്ലെങ്കിൽ ഹെജുമണി എന്ന് പറയുമ്പം നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്: ദ ഡൊമിനൻസ് ഓഫ് വൺ സോഷ്യൽ ക്ലാസ് ഓവർ അനദർ, a cultural artifact, symbolic meaning, the study of subcultures, the interpretation of literary text. Okay, അപ്പോൾ ഈ 4 കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇതിന്റെ മാച്ച് ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത് ദ ഡൊമിനൻസ് ഓഫ് വൺ സോഷ്യൽ ക്ലാസ് ഓവർ ദി അനദർ. അതിനെയാണ് നമ്മൾ ഹെജുമനി എന്ന് പറയുന്നത്. സോ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് റൂൾസ്, റെഗുലേഷൻസ്, പോളിസീസ്, പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ ഐഡിയോളജി എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഗ്രൂപ്പിന്റെ ഐഡിയോളജി വേറൊരു ഗ്രൂപ്പിന്റെ ഐഡിയോളജിനേക്കാൾ സുപ്പീരിയർ ആണെന്ന് വിശ്വസിക്കുക, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ആൻഡ് ഞാൻ റൂളിംഗ് ക്ലാസ് ആണെങ്കിൽ ഞാൻ ആ ഐഡിയോളജി ബാക്കിയുള്ളവരിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, അതിനെ അവരും സുപ്പീരിയർ ആയിട്ട് റിഗാർഡ് ചെയ്യിപ്പിക്കുക. അങ്ങനെ വരുന്ന ഒരു സമയത്താണ് ഈ ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു ഹെജുമണി ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് ദ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് മിലിറ്ററി പ്രിഡോമിനൻസ് ഓഫ് വൺ സ്റ്റേറ്റ് ഓവർ അതർ സ്റ്റേറ്റ്സ്. അത് റീജിയണൽ ആകാം, ഗ്ലോബൽ ആകാം. Okay, so അപ്പോൾ ഇവിടെ it describes the relatively dominant position of a particular set of ideas and their associated tendency to become commonsensical and intuitive. അതായത് ഇവിടെ ഒരു particular set of ideas ആണ്, പക്ഷേ ഈ സെറ്റ് ഓഫ് ഐഡിയാസിന് എപ്പോഴും എന്താണ് ബാക്കിയുള്ള ഐഡിയാസിനേക്കാളും സുപ്പീരിയർ ആകാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. സോ ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ ഡിസെമിനേഷൻ ഓർ ഈവൻ ദി ആർട്ടിക്കുലേഷൻ ഓഫ് ഓൾട്ടർനേറ്റ് ഐഡിയാസ്. അപ്പം അവിടെ വേറൊരു ഐഡിയയുടെ ഗ്രോത്തോ ഡെവലപ്മെന്റോ ഒന്നും തന്നെ ഇവരെന്താണ് സമ്മതിച്ച് തരാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഹെജുമണി എന്ന് പറയുന്നത്. ഹെജുമണി അന്റോണിയോ ഗ്രാംഷിയാണ് നമ്മൾ നോർമലി കൾച്ചറൽ ഹെജുമണി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് കീവേർഡ്സ് എ വൊക്കാബുലറി ഓഫ് കൾച്ചർ ആൻഡ് സൊസൈറ്റി? Who wrote keywords a vocabulary of culture and society? നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്: റോളൻഡ് ബാത്ത്, റെയ്മണ്ട് വില്യംസ്, അന്റോണിയോ ഗ്രാംഷി, ഹോമി കെ ബാബ. റോളൻഡ് ബാത്ത്, റെയ്മണ്ട് വില്യംസ്, അന്റോണിയോ ഗ്രാംഷി, ഹോമി കെ ബാബ. അപ്പം നമ്മുടെ വർക്കാണ് കീവേർഡ്സ് എ വൊക്കാബുലറി ഓഫ് കൾച്ചർ ആൻഡ് സൊസൈറ്റി. ദ കറക്റ്റ് ആൻസർ ഈസ് റെയ്മണ്ട് വില്യംസ്. ഇതൊക്കെ ചിലപ്പം റെയ്മണ്ട് വില്യംസിന്റെ എല്ലാ വർക്ക്സുകളും ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓർക്കുക. സോ കീവേർഡ്സ് എ വൊക്കാബുലറി ഓഫ് സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത് 1958 റെയ്മണ്ട് വില്യംസിന്റെ കൾച്ചർ ആൻഡ് സൊസൈറ്റിയുടെ കൂടെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയൊരു വർക്കാണ്. സോ ദിസ് വർക്ക് ഇറ്റ് എക്സാമിൻസ് എ ഹിസ്റ്ററി ഓഫ് മോർ ദാൻ 100 വേർഡ്സ് ദാറ്റ് ആർ ഫെമിലിയർ ആൻഡ് യെറ്റ് കൺഫ്യൂസിങ്. അതായത് നമ്മൾ റിപ്പീറ്റഡ്ലി നമ്മുടെ വൊക്കാബുലറിയിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ബട്ട് ഇഫ് സഡൻലി സമൺ ആസ്കസ് എന്താണ് ഇതിന്റെ മീനിങ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ആക്ച്വലി എ കോംപ്ലെക്സ് വേർഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആർട്ട്, ബ്യൂറോക്രസി, കൾച്ചർ, എഡ്യൂക്കേറ്റഡ്, മാനേജ്മെന്റ്, മാസസ്, നേച്ചർ, ഒറിജിനാലിറ്റി, റാഡിക്കൽ, സൊസൈറ്റി, വെൽഫെയർ, വർക്ക്. അങ്ങനെ ഇപ്പം നിങ്ങൾ തന്നെ ഒരു ടൈം എടുത്തിട്ട് ഇതിനൊരു ഡെഫിനിഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ കോംപ്ലെക്സിറ്റി ബിഹൈൻഡ് ദിസ് വേർഡ്. അപ്പൊ അതാണ് ഈ കീ വേർഡ്സിൻ്റെ അകത്ത് റെയ്മണ്ട് വില്യംസ് ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക.
Moving to the next question, which theorist is associated with the meta theory of disjuncture? Which theorist is associated with the meta theory of disjuncture? അപ്പം എന്താണ് ഡിസ്ജങ്ക്ചർ എന്നുള്ളൊരു തിയറിയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഹോമി കെ ബാബ, ഗായത്രി സ്പിവാക്, അർജുൻ അപ്പാദുരൈ, സ്റ്റുവാർട്ട് ഹോൾ. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് അർജുൻ അപ്പാദുരൈ. അർജുൻ അപ്പാദുരൈയുടെ കോൺസെപ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. സോ അപ്പം അർജുൻ അപ്പാദുരൈയുടെ മെയിൻ വർക്ക് ആണ് മോഡേണിറ്റി അറ്റ് ലാർജ് കൾച്ചറൽ ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ. അപ്പൊ ആ പേര് ഓർക്കുക, അതിന്റെ ഇയറും ഓർക്കുക. മോഡേണിറ്റി അറ്റ് ലാർജ് കൾച്ചറൽ ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ. അതൊരു 1996 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഈ വർക്കിലാണ് അപ്പാദുരൈ ഡിസ്ജങ്ക്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡിസ്ജങ്ക്ചർ അദ്ദേഹം കൊണ്ടുവരുന്നത് ടു എക്സ്പ്ലെയിൻ ദ കോംപ്ലെക്സ് ആൻഡ് ഓഫൺ ഫ്രാഗ്മെന്റഡ് നേച്ചർ ഓഫ് ഗ്ലോബൽ കൾച്ചറൽ ഫ്ലോ. അതായത് ഗ്ലോബൽ കൾച്ചറൽ ഫ്ലോ എന്ന് പറയുന്നത് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു കാര്യമല്ല. അതിൽ അതിൻ്റെതായിട്ടുള്ള ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്, കോംപ്ലെക്സിറ്റി ഉണ്ട്. അതിനെയാണ് വാട്ട് ഹി കോൾസ് ആസ് ദി ഡിസ്ജങ്ക്ചർ. അപ്പൊ ഡിസ്ജങ്ക്ചർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ദ അൺഈവൻ ആൻഡ് അൺപ്രെഡിക്റ്റബിൾ ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്ലോബൽ ഫ്ലോസ്. അതായത് പല ഗ്ലോബൽ ഫ്ലോസ്, ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഈ ഗ്ലോബൽ ഫ്ലോസ് എപ്പോഴും നടന്നെന്ന് വരില്ല. ചിലപ്പോൾ ഒരു കാര്യം സംഭവിക്കുമ്പം എൻറ്റയർലി വേറൊരു കാര്യത്തിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള, അതായത് അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ അൺഈവൻ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ്, അങ്ങനത്തെ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ബേസിക്കലി പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ എ കോംപ്ലെക്സ് സോഷ്യൽ ലാൻഡ്സ്കേപ്പ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാകുവാണെങ്കിൽ നമുക്ക് ഈ ഗ്ലോബലൈസേഷനിൽ വരുന്ന ടെൻഷൻസ്, കോൺട്രാഡിക്ഷൻസ്, ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് അപ്പാദുരൈയുടെ ഡിസ്ജങ്ക്ചർ. അപ്പൊ ഓർക്കുക, അപ്പാദുരൈയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഡിസ്ജങ്ക്ചർ. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വർക്കാണ് മോഡേണിറ്റി അറ്റ് ലാർജ് കൾച്ചറൽ ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1996. So, according to Appadurai, globalization involves the movement of people, technology, capital, media and ideologies. അതായത് globalization എന്ന് പറഞ്ഞാൽ അത് ഐഡിയാസ് മാത്രമല്ല, അവിടെ പീപ്പിൾ ഉണ്ട്, ടെക്നോളജി ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, മീഡിയ ഉണ്ട്, ഐഡിയോളജീസ് ഉണ്ട് ദാറ്റ് ക്രോസ് ദി ബോർഡേഴ്സ്. ഓക്കെ, അതിനെ അദ്ദേഹം 5 സ്കേപ്പ് ആയിട്ട് അല്ലെങ്കിൽ 5 ഡയമെൻഷൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തേക്കുവാണ്. ജസ്റ്റ് റിമെമ്പർ ദിസ് നെയിം: എത്നോസ്കേപ്സ്, ടെക്നോസ്കേപ്സ്, ഫൈനാൻസ്കേപ്സ്, മീഡിയാസ്കേപ്സ് ആൻഡ് ഐഡിയോസ്കേപ്സ്. ഈ ഒരു 5 സ്കേപ്സ് മാത്രം ഒന്ന് പേര് മാത്രം ഒന്ന് ഓർത്തിരിക്കാം. സോ ഡിസ്ജങ്ക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല സ്കേപ്പുകളുടെ ഇടയിൽ വരുന്ന ഒരു ലാക്ക് ഓഫ് കോഹറൻസ് അല്ലെങ്കിൽ ഇവരിൽ വരുന്ന ഒരു ലാക്ക് ഓഫ് സിങ്ക്രണൈസേഷനെയാണ് ഡിസ്ജങ്ക്ചർ എന്ന് പറയുന്നത്. ആ ഡിസ്ജങ്ക്ചർ ആണ് ഒരു ഗ്ലോബലൈസേഷനിൽ വരുന്ന ടെൻഷൻ എന്ന് പറയുന്നത്. സോ ദിസ് മീൻസ് ദാറ്റ് ദ ഫ്ലോസ് ഓഫ് പീപ്പിൾ, ടെക്നോളജി, മണി, മീഡിയ, ഐഡിയാസ് ഡു നോട്ട് മൂവ് യൂണിഫോംലി ഓർ പ്രെഡിക്റ്റബിളി. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലോ യൂണിഫോം ആയിട്ടോ ഇതെപ്പോഴും പോകണമെന്നില്ല. അപ്പം എന്ത് സംഭവിക്കുന്നു? അവിടെ വേരിയസ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫ്രാഗ്മെന്റേഷൻസ് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഡിസ്ജങ്ക്ചർ എന്ന് പറയുന്നത്. I hope that is clear. So moving to the next question, in cultural studies, what is popular culture often contrasted with? In cultural studies, what is, ഇതും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് പോപ്പുലർ കൾച്ചറിന്റെ ഓപ്പോസിറ്റ്? വി ഹാവ് ഹൈ കൾച്ചർ, സബ് കൾച്ചർ, മാസ് മീഡിയ, ഫോക്ക് കൾച്ചർ. അപ്പൊ ഇതിൽ കൾച്ചറൽ പോപ്പുലർ കൾച്ചറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ദി ഹൈ കൾച്ചർ. ചില സമയങ്ങളിൽ അതിനെ എലീറ്റ് കൾച്ചർ, അങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടാം. ഓക്കെ, അപ്പൊ ഹൈ കൾച്ചർ എന്ന് പറഞ്ഞാൽ എസ്തെറ്റിക് വാല്യൂ ഉള്ളതിനെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സിനിമ എടുത്താൽ തന്നെ നമുക്ക് സിനിമയെ 2 രീതിയിലായിട്ട് ഡിവൈഡ് ചെയ്യാം. മാസ് മൂവി, ഓക്കെ, മാസ് മൂവി അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് മൂവി, കൊമേഴ്ഷ്യൽ മൂവി, അതുപോലെ തന്നെ ആർട്ട് മൂവീസ്. അപ്പൊ ഇതിൽ ആർട്ട് മൂവീസിന് നമ്മൾ ചിലപ്പം അവാർഡ് മൂവീസ് എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ്? ബിക്കോസ് അവര് ഓഡിയൻസിനെ എത്രത്തോളം ആകർഷിക്കാം എന്നല്ല ഒരു അവാർഡ് മൂവിയിൽ ട്രൈ ചെയ്യുന്നത്. അവര് ആർട്ട് ഫോർ ആർട്ട് സേക്ക് ചെയ്യുന്ന ഒരു മൂവിയാണ്.
ഓക്കെ. അപ്പൊ അതിൽ ചിലപ്പോൾ അവർ ഒരിക്കലും പബ്ലിക് അക്സെപ്റ്റ് ചെയ്യാത്ത കോൺസെപ്റ്റുകൾ കൊണ്ടുവരാം, ഐഡിയോളജീസ് കൊണ്ടുവരാം, ചിലപ്പം എന്താ പറയുക കൊമേഴ്ഷ്യൽ ആയിട്ട് ഒന്നും അതിനെ ചിലപ്പോൾ കണ്ടുവെന്ന് വരില്ല. അപ്പൊ ആ സെയിം കാര്യമാണ്. അപ്പൊ അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്തിനാണ്? അതിൻ്റെ എസ്തെറ്റിക്നെസ്സിനാണ്. സെയിം രീതിയാണ് ഹൈ കൾച്ചറിലും. ഹൈ കൾച്ചറിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻകമ്പോസസ് ദി കൾച്ചറൽ ഒബ്ജക്ട്സ് ഓഫ് ഹൈ എസ്തെറ്റിക് വാല്യൂ വിച്ച് എ സൊസൈറ്റി collectively esteems as being exemplary works of art and the intellectual works of literature, music, history, philosophy. ഇതിൽ എന്തു ആകാം, അതായത് ഒരു സൊസൈറ്റി അവരുടെ കൾച്ചറിനെ റെപ്രസെൻറ്റേഷൻ ആയിട്ട് കാണിക്കുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഹൈ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മാത്യു ആനൽഡ് ആണ് ഈ ഹൈ കൾച്ചർ എന്നുള്ളൊരു ടേം കൾച്ചർ ആൻഡ് ആനക്കി 1869 കൊണ്ടുവരുന്നത്. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ കൾച്ചറൽ സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ വന്നപ്പം ഹൈ കൾച്ചറിന് ഒരുപാട് ഡെഫിനിഷൻസും കാര്യങ്ങളും എല്ലാം വരാനായിട്ട് തുടങ്ങി. മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ഫോർ ദ തിയറി ഓഫ് കൾച്ചറൽ ഹെജുമനി? Who is known for the theory of cultural hegemony? നമ്മുടെ ഓപ്ഷൻസ് ആണ് ലോയിസ് ആൽത്തൂസോ, ആന്റോണിയോ ഗ്രാംഷി, മിഷേൽ ഡെസേർട്ട്യൂ ആൻഡ് സ്റ്റുവാർട്ട് ഹോൾ. അപ്പം നമ്മൾ നേരത്തെ ഹെജുമണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൾച്ചറൽ ഹെജുമനി നമ്മൾ നോർമലി അസോസിയേറ്റ് ചെയ്യുന്നത് ആന്റോണിയോ ഗ്രാംഷി ആയിട്ടാണ്. സോ ആന്റോണിയോ ഗ്രാംഷിയാണ് കൾച്ചറൽ ഹെജുമനിയുടെ ഒരു മേജർ പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ റിഗാർഡ് ചെയ്യുന്നത്. സോ കൾച്ചറൽ ഹെജുമനി നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ ഡൊമിനൻസ് ഓഫ് എ culturally diverse society by the ruling class who shape the culture of that society. അതായത് ആ സൊസൈറ്റിയുടെ വിശ്വാസങ്ങൾ, എക്സ്പ്ലനേഷൻസ്, പെർസെപ്ഷൻസ്, വാല്യൂസ് എല്ലാ കാര്യങ്ങളും എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് there was untouchability in India and this untouchability എന്ന് പറയുന്നത് ആരായിരുന്നു അതിൻ്റെ ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്? Obviously the ruling class ആണ്. And just because this lower class doesn't have any voice, they also believe that okay, this is something that is regarded to be right, this is something that we should follow. അപ്പോൾ അതാണ് ഒരു കൾച്ചറൽ ഹെജുമണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എന്തിനെ ബേസ് ചെയ്തിരിക്കും? ഈ കൾച്ചറൽ ഹെജുമണിനെ, അവരുടെ എഡ്യൂക്കേഷൻ, അവർ ചെയ്യുന്ന എല്ലാ ആർട്ടാണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും എല്ലാം ഇതിനെ ബേസ് ചെയ്ത് തന്നെ ഇരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ആന്റോണിയോ ഗ്രാംഷി, അപ്പോൾ പ്രിസൺ നോട്ട്ബുക്സിലാണ് കൾച്ചറൽ ഹെജുമണി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ആന്റോണിയോ ഗ്രാംഷി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Now moving to the next question, which term describes the blending of different cultural elements into a new distinct culture? Which term describes the blending of different cultural elements into a new distinct culture? അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. സിൻക്രറ്റിസം, ഹൈബ്രിഡിറ്റി, കൾച്ചറൽ ഇമ്പീരിയലിസം ആൻഡ് മൾട്ടി കൾച്ചറലിസം. അപ്പോൾ നമുക്ക് കൾച്ചറൽ സ്റ്റഡീസ് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റ്സ് ആണ്. ഇത് ചിലപ്പോൾ നമുക്ക് അസേർഷൻ റീസൺ ആയിട്ടൊക്കെ വരാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ള കോൺസെപ്റ്റ്സുകളാണ്. അപ്പം പല കൾച്ചറൽ എലമെന്റ്സ് ഒന്നിച്ചു ചേർന്ന് ഒരു പുതിയ കൾച്ചർ ഉണ്ടാകുന്നതിന് എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഹൈബ്രിഡിറ്റി. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ഹൈബ്രിഡിറ്റി. അപ്പം നമുക്കറിയാം ഹൈബ്രിഡിറ്റി ഹോമി കെ ബാബയാണ്. ഇത് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ഇന്ത്യയുടെ എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഹൈബ്രിഡിറ്റി ബൈ ഹോമി കെ ബാബ. അപ്പം നമുക്കറിയാം ഹോമി കെ ബാബ എന്ന് പറയുന്ന ഒരു പ്രൊമിനന്റ് പോസ്റ്റ് കൊളോണിയൽ തിയറിസ്റ്റ് ആണ്. ഹി ഇൻട്രൊഡ്യൂസസ് ദ കോൺസെപ്റ്റ് ഓഫ് ഹൈബ്രിഡിറ്റി. ഹോമി കെ ബാബയായിട്ട് ഒരുപാട് വേറെ കോൺസെപ്റ്റ്സ് ഉണ്ട്, ആംബിവാലൻസ്, മിമിക്രി, അതെല്ലാം ഹോമി കെ ബാബ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളതാണ്. എനിവേ അദ്ദേഹത്തിന്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് ആണ് ഹൈബ്രിഡിറ്റി. അപ്പൊ ഇവിടെ ഹൈബ്രിഡിറ്റിയിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു കൾച്ചറൽ മിക്സിങ്ങിനെ കുറിച്ചാണ്. അതായത് ഒരു കോളനൈസറും കോളനൈസ്ഡും ഈ രണ്ട് കൾച്ചർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഒരു പുതിയ കൾച്ചർ, അതിനെയാണ് നമ്മൾ ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പർപ്പിൾ ഹിബിസ്കസ്, അഡീഷയുടെ പർപ്പിൾ ഹിബിസ്കസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പർപ്പിൾ ഹിബിസ്കസിൻ്റെ അകത്ത് ദ വെരി ടൈറ്റിൽ പർപ്പിൾ ഹിബിസ്കസ് എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഫ്ലവർ ആണ്. സിമിലർലി ഈ പറഞ്ഞ അതിലെ ഓണ്ടിന്റെ ക്യാരക്ടേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഷീ takes the character from America or this UK and also from her own nation. അപ്പോൾ അതിന് രണ്ടിൻ്റെയും കൂടി വരുന്നൊരു മിക്സ് ആണ് ആളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത്. സോ ഹൈബ്രിഡിറ്റി ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ബൈ വിച്ച് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് interact, blend and create new mixed cultural forms.
It challenges the idea of pure or fixed cultural identities, emphasizing that അതായത് ഹൈബ്രിഡിറ്റി പറയുന്നത് കൾച്ചർ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആകണ്ട അല്ലെങ്കിൽ ഫിക്സഡ് ആകണ്ട ക്ലോസ്ഡ് ആകേണ്ട ഒരു കാര്യമല്ല. ഇറ്റ് ഷുഡ് ബി ഡൈനാമിക് ആൻഡ് ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ഇവോൾവിംഗ് ത്രൂ എക്സ്ചേഞ്ച്. അതാണ് നമ്മൾ ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത്. അപ്പം പോസ്റ്റ് കൊളോണിയലിസത്തിന്റെയും ഗ്ലോബലൈസേഷന്റെയും ഒക്കെ ഭാഗമായിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത്. Moving to the next question, which of the following is a key focus of cultural studies? This is just a normal question without any explanation. Economic system, power relations, biological evolution, formalist literary analysis. ശരിക്കും cultural studies ന്റെ key focus എന്ന് പറയുന്നത് power relations ആണ്. അതാണ് ഞാൻ പറഞ്ഞ മിഷേൽ ഫൂക്കോ അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസസ് ഒക്കെ നമുക്ക് cultural studiesൽ കാണാനായിട്ട് പറ്റും. അതിൽ മെയിൻ ആയിട്ടും വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ പറയുന്ന power relation എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ഹെജുമണി ആണെങ്കിലും ഐഡിയോളജി ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. Moving to the next question, encoding or decoding is a theory proposed by which cultural theorist? And we have the options Stuart, Raymond Williams, Richard Hoggart and Pierre Bourdieu. Encoding or decoding is a theory proposed by which cultural theorist? We have Stuart, Raymond Williams, Richard Hoggart and Pierre Bourdieu. അപ്പോൾ നമ്മൾ സ്റ്റുവർട്ട് ഹോളിന്റെ വർക്ക് പറഞ്ഞൊരു സമയത്ത് ഞാൻ പറഞ്ഞാണ് സ്റ്റുവർട്ട് ഹോളിന്റെ എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എല്ലാം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. സോ എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്നത് സ്റ്റുവർട്ട് ഹോളിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്നത് ഒരു മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് 1948 ക്ലോഡ് ഇ ഷാനന്റെ മാത്തമാറ്റിക്കൽ തിയറി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ബേസിക്കലി കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ പിന്നീട് ഇതിനൊരു മാർക്സിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ കൊടുത്തുകൊണ്ടാണ് സ്റ്റുവർട്ട് ഹോൾ വരുന്നത്. അപ്പൊ സ്റ്റുവർട്ട് ഹോളിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഇൻ ദ ടെലിവിഷൻ ഡിസ്കോഴ്സ്. ഓക്കെ, ഓർത്തിരിക്കുക, എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഇൻ ദ ടെലിവിഷൻ ഡിസ്കോഴ്സ്. അപ്പൊ ഇതിൽ രണ്ടു പേരും സ്റ്റുവർട്ട് ഹോളും ക്ലോഡ് ഇ ഷാനനും ഉണ്ടെങ്കിലും അങ്ങനെ രണ്ടുപേരൊക്കെ ആയിട്ട് ചോദിക്കാം, എന്നാലും അത് ഓർക്കുക. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഷാനന്റെ ഫോക്കസ് എങ്കിലും മാർക്സിസം ആയിരുന്നു സ്റ്റുവർട്ട് ഹോളിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് മീഡിയ മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഡിസിമിനേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് റിസീവർ അത് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്, ഇതൊക്കെയായിരുന്നു ബേസിക്കലി ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ അപ്പൊ അതാണ് സ്റ്റുവർട്ട് ഹോളിന്റെ വർക്ക്. Moving to the next one, who is the author of The Making of English Working Class? Who is the author of The Making of English Working Class? അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ആയിട്ടാണ് ഉള്ളത്. We have Richard Hoggart, Raymond Williams, E.P. Thompson, Antonio Gramsci. ഓക്കെ, അപ്പം ഇതിലെ ക്വസ്റ്റ്യൻ ദ മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ്. ദിസ് വർക്ക് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോ വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ വർക്കിനെ കുറിച്ചൊരു ബ്രീഫ് ഐഡിയ നമ്മുടെ മനസ്സിൽ വേണം നമ്മൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. So who is the author of The Making of English Working Class? We have Richard Hoggart, Raymond Williams, E.P. Thompson and Antonio Gramsci. The correct answer is E.P. Thompson. E.P. Thompson ആണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. So it was first published in 1963. 1963 ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ് വർക്കിംഗ് ക്ലാസ്സിലോട്ട് ഒരു ഹ്യൂമനിസ്റ്റ് എലമെന്റ് സോഷ്യൽ ഹിസ്റ്ററിയിലോട്ട് കൊണ്ടുവരാനായിട്ടാണ് E.P. തോംസൺ ട്രൈ ചെയ്യുന്നത്. അതായത് തോംസൺ അറ്റംപ്റ്റ്സ് ടു ആഡ് എ ഹ്യൂമനിസ്റ്റ് എലമെന്റ് ടു സോഷ്യൽ ഹിസ്റ്ററി, ബീങ് ക്രിട്ടിക്കൽ ഓഫ് ദോസ് ഹു ടേൺ ദ പീപ്പിൾ ഓഫ് ദി വർക്കിംഗ് ക്ലാസ് ഇൻ ടു ആൻ ഇൻഹ്യൂമൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്ലോക്ക്. അതായത് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത് എത്ര ഇൻകം മേടിക്കുന്നു, എത്ര ചെലവാക്കുന്നു, അങ്ങനെയുള്ളൊരു എന്താ പറയുക ഒരു ഇൻഹ്യൂമൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്ലോക്ക് ആക്കാതെ അവർക്ക് അവരുടേതായിട്ട് ഒരു ഹിസ്റ്ററി ഉണ്ട്, അവരുടേതായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വർക്കിംഗ് ക്ലാസ്സിനെ അഡ്രസ് ചെയ്ത വർക്കാണ് E.P. തോംസന്റെ വർക്ക് എന്ന് പറയുന്നത്. സോ ദോസ് പീപ്പിൾ were not just the victims of history and Thompson displays them as being in control of their own making. അവർ ജസ്റ്റ് വിക്ടിംസോ അല്ലെങ്കിൽ റാദർ ഒരു ഒബ്ജക്ട്സോ അല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള എന്താണ് ഒരു കൺട്രോൾ ഉണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് E.P. തോംസൺ കൊണ്ടുവരുന്നത്. Moving to the next question. In cultural studies, what is a subculture? Okay, in cultural studies, what is a subculture?
അപ്പം നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലർ കൾച്ചർ, ഹൈ കൾച്ചർ, സബ് കൾച്ചർ, മോൾ കൾച്ചർ, ഇതെല്ലാം കൾച്ചറൽ സ്റ്റഡീസിൽ വരുന്ന പല ടേംസുകളാണ്. സോ അപ്പോൾ സബ് കൾച്ചർ എന്ന് പറയുമ്പം എ സ്മോൾ ഡിസ്റ്റിങ് ഗ്രൂപ്പ് വിത്തിൻ എ ലാർജർ കൾച്ചർ, ദ ഡൊമിനന്റ് കൾച്ചർ ഇൻ എ സൊസൈറ്റി, a cultural group that seeks to overthrow the dominant culture, an isolated and backward cultural group. So here the correct answer is a small distinct group within a larger culture. Okay, അതാണ് നമ്മുടെ correct answer എന്ന് പറയുന്നത്, a small distinct group within a larger culture. സോ അപ്പം സബ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സബ് കൾച്ചറിന്റെ ഒരു എക്സാംസ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഹിപ്പീസ്, BDSM, ഹിപ്സ്റ്റേഴ്സ്, അതുപോലെ തന്നെ കാരണം അതുപോലെ തന്നെ ഗോത്ത്, ബൈക്കേഴ്സ്, സ്കിൻ ഹെഡ്സ്, ഹിപ്പ് ഹോപ്പേഴ്സ്, കോസ് പ്ലേയേഴ്സ്, ഇവരെല്ലാം ഈ പറയുന്ന ഒരു സബ് കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്തിൻ എ കൾച്ചറൽ സൊസൈറ്റി ദാറ്റ് ഡിഫറൻഷിയേറ്റ്സ് ഇറ്റ്സെൽഫ് ഫ്രം ദി conservative and standard values to which it belongs, often maintaining some of its founding principles. അതായത് ഒരു മെയിൻ സ്ട്രീം സൊസൈറ്റിയുടെ ഫൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കുറച്ചൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് എന്നാൽ അതിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വേറൊരു കൾച്ചറിൽ ജീവിക്കുന്നവർ, അതിനെയാണ് നമ്മൾ ബേസിക്കലി സബ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം സബ് കൾച്ചർ ശരിക്കും സോഷ്യോളജിയിലും കൾച്ചറൽ സ്റ്റഡീസിലും കൂടി ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ദിസ് ഈസ് സബ് കൾച്ചർ ഇസ് നോട്ട് കൗണ്ടർ കൾച്ചർ. അപ്പം സബ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള നോംസും വാല്യൂസും എല്ലാം ഉണ്ട്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സൊസൈറ്റി, ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ കീപ് ദ സ്പെസിഫിക് ക്യാരക്ടേഴ്സ് ഇൻടാക്ട്. അതിനെയാണ് നമ്മൾ സബ് കൾച്ചർ എന്ന് പറയുന്നത്. മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The concept of imagined communities was introduced by which scholar? ഇത് ശരിക്കും നമുക്ക് പോസ്റ്റ് കൊളോണിയലിസത്തിലും നമ്മൾ വരുന്നൊരു കാര്യമാണ്. എനിവേ പോസ്റ്റ് മോഡേണിസത്തിലും വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എനിവേ ദ കറക്റ്റ് ആൻസർ ഈസ് ബെനഡിക്ട് ആൻഡേഴ്സൺ. സോ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ബെനഡിക്ട് ആൻഡേഴ്സൺ, ഗായത്രി സ്പിവാക്, ഫ്രാൻസ് ഫാനൻ, സ്റ്റുവാർട്ട് ഹോൾ ആണ്. ഇമാജിൻഡ് ഹോംലാൻഡ്സ് ആണ് സൽമാൻ റഷീദിയുടെ കോൺസെപ്റ്റ്. ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ബെനഡിക്ട് ആൻഡേഴ്സന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. സോ ബെനഡിക്ട് ആൻഡേഴ്സന്റെ വർക്ക് ആണ് ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ്. അതിൽ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇമാജിൻഡ് കമ്മ്യൂണിറ്റി. അപ്പം എന്താണ് നാഷണലിസം അല്ലെങ്കിൽ നാഷണലിസത്തിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ അതിൽ വരുന്നതാണ് ഇമാജിൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻഡേഴ്സൺ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഷൻ എന്ന് പറയുന്നത് ഒരു ഇമാജിൻഡ് കമ്മ്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് കമ്മ്യൂണിറ്റിയാണ് അപ്പാർട്ട് ഫ്രം ദീസ് ബോർഡേഴ്സ്. അതായത് ഇത്ര ബോർഡേഴ്സ് വെച്ചൊരു കൺട്രി എന്ന് പറയുന്നതല്ല നേഷൻ. നേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്കും ഇന്ത്യ അയാളുടെ നേഷൻ ആണ്. അതേപോലെ തന്നെ അമേരിക്കയിലോ UK-യിലോ ഫ്രാൻസിലോ എവിടെയെങ്കിലും താമസിക്കുന്ന ഒരു വ്യക്തിക്കും ഈ പറയുന്ന ഒരു നാഷണലിസം ഫീൽ വരുന്നത് എങ്ങനെയാണ്? അതൊരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ദിസ് മാൻ ഓർ ദിസ് വിമൻ ഓർ ദി പീപ്പിൾ ദേ അസ്യൂം ദംസെൽസ് ടു ബി പാർട്ട് ഓഫ് ദിസ് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി വെയർ എവർ ദേ ആർ. ആൻഡ് ദ തിങ് ഈസ് ദാറ്റ് ദേ മൈറ്റ് നോട്ട് ഹാവ് സീൻ ദി അതർ പേഴ്സൺ or every other persons in that community, but still they believe that they share something together. അതിനെയാണ് നമ്മൾ ഇമാജിൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് നാഷണലിസത്തിന്റെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു അനാലിസിസിൽ ബെനഡിക്ട് ആൻഡേഴ്സൺ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ്. മൂവിംഗ് ടു ദി ഫൈനൽ ക്വസ്റ്റ്യൻ. ദ കൺട്രി ആൻഡ് ദ സിറ്റി വാസ് പബ്ലിഷ്ഡ് ഇൻ. The country and the city was published in. The country and the city എന്ന് പറയുന്നത് റെയ്മണ്ട് വില്യംസിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതിന്റെ റീസൺ തന്നെ നിങ്ങളത് ക്രോണോളജിക്കലി പഠിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ദ കൺട്രി ആൻഡ് ദ സിറ്റി വാസ് പബ്ലിഷ്ഡ് ഇൻ 1973 country and the city വരുന്നത്. So he studied and examined the contradiction along with the contrasting idea of the city, which in the United Kingdom has never been separate from the countryside. അപ്പം ഈ പറഞ്ഞതുപോലെ സിറ്റിയും കൺട്രി സൈഡും തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ അതെങ്ങനെയാണ് വരുന്നത് അതൊക്കെയാണ്. സോ റൂറൽ ലൈഫ് വിത്തൗട്ട് സിറ്റീസ് ഹാഡ് എക്സിസ്റ്റഡ് ഇൻ അതർ പാർട്സ് ഓഫ് ദി വേൾഡ് ബട്ട് നോട്ട് ഫോർ എ വെരി ലോങ് ടൈം ഇൻ ബ്രിട്ടൻ. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി കൺട്രി ആൻഡ് ദ സിറ്റിക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ദിസ് വീഡിയോ. ഇതിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ അപ്കമിങ് വീഡിയോസിൽ ബാക്കി കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം ആദ്യമേ കൾച്ചറൽ സ്റ്റഡീസിനെ കുറിച്ചൊരു ബേസിക് ഐഡിയയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക. എന്താണ് കൾച്ചറൽ സ്റ്റഡീസ്, ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൾച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിൽ വരുന്ന മേജർ റൈറ്റേഴ്സ് ആരൊക്കെയാണ്, ആ റൈറ്റേഴ്സിൻ്റെ മേജർ വർക്ക്സ്, അവരുടെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ, ആ മേജർ വർക്ക്സിൽ വരുന്ന മേജർ കോൺസെപ്റ്റ്സുകൾ എന്തൊക്കെയാണ്, അങ്ങനെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ
വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ അപ്പോൾ അതിനുശേഷം ഈ ഒരു മോക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് വെദർ നിങ്ങൾ പഠിച്ചൊരു രീതി ശരിയാണോ, നിങ്ങൾ ബേസിക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഒരു ഐഡിയയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.